നാട്ടുകാരനാണ്, അങ്ങയുടെ പ്രിയപ്പെട്ട സഖാവാണ്. ആ ഘട്ടത്തിൽ ഇതൊക്കെ സൂചിപ്പിച്ചപ്പോഴും അദ്ദേഹത്തിന് അത്തരത്തിലൊരു നിലപാട്. അതിൽ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ തലവൻ എല്ലാ കാര്യങ്ങളും അവരുടെ നിർദ്ദേശപ്രകാരമാണ് നടക്കുക എന്നും നമുക്ക് കാണാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കേസ് വഴിതെറ്റുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ വഴിതെറ്റുന്ന ഒരു കേസിൽ മന്ത്രി എന്നുള്ള നിലയിൽ ഇടപെടണം എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അത് പോലീസിൻ്റെ രീതിയിൽ തന്നെ നടക്കട്ടെ. അത് പിന്നെ നമ്മുടെ പാർട്ടിക്ക് അതിനോടുള്ള വിയോജിപ്പ് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ആ കേസ് അന്വേഷണം വഴിതെറ്റുന്നു, ഇത് ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന കാര്യം അന്ന് വ്യക്തമാക്കിയിട്ട്, ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേസിൽ തെറ്റായി പ്രതിചേർക്കപ്പെട്ട ആളുകൾ, അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കേസ് CBI ഏറ്റെടുത്തു, CBI അന്വേഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചവരാണ്. കാരണം അവർ യഥാർത്ഥ പ്രതികളല്ല, അവരെ ഇനിയെങ്കിലും രക്ഷപ്പെടും, CBI ആണ് വരുന്നത്, CBI നല്ല ഏജൻസിയാണ് എന്നാണ് ആദ്യം പ്രതിചേർക്കപ്പെട്ട പ്രതികളും പ്രതികളുടെ കുടുംബാംഗങ്ങളും നാട്ടിൽ പല ആളുകളും ധരിച്ചത്. അന്ന് ആഹ്ലാദം പ്രകടിപ്പിച്ചിട്ടുണ്ട് CBI അന്വേഷണം വന്നപ്പോൾ. എന്താ കാരണം? യഥാർത്ഥ സംഭവമായിട്ട് പുറത്തു വരും എന്നാണ് ധരിച്ചത്. അന്നും ഇതൊരു വസ്തുതയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ, സത്യം അധിക നാൾ മൂടിവെക്കാൻ ആർക്കും സാധിക്കില്ല. സത്യം പുറത്തു വരും. ഞങ്ങൾക്ക് അന്നേ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു മനസ്താപവും ഇല്ലാതെയാണ് എല്ലാ തരത്തിലുള്ള ചോദ്യം ചെയ്യലിനെയും ഞങ്ങൾ നേരിട്ടത്. ഞാൻ എവിടെയും പറയുന്നൊരു കാര്യമാണ്, പലതവണ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഞങ്ങളെല്ലാം ഒരു പതർച്ചയില്ല. ഈ മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കാനുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ സംഭവത്തിൽ ഞങ്ങൾക്കൊരു അറിവുമില്ല, ഞങ്ങളുടെ പാർട്ടിക്ക് ബന്ധമില്ല, പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി നമ്മൾ അതിനെ അന്വേഷണത്തെ സഹകരിച്ചു. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ഈ കേസിൽപ്പെട്ട 3ഓ 4ഓ പ്രതികൾ എഴുതി കൊടുത്തിട്ടുണ്ട്, പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങൾ പറഞ്ഞ എൻ്റെ കൈയക്ഷരമുണ്ട് അതിൽ, CBIയുടെ കയ്യിൽ അത് കാണാൻ സാധിക്കും. ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ട പല ആളുകളും CBIക്ക് അത് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ആരുടെ മുമ്പിലൊന്നും മറച്ചു വെക്കാനില്ല. പോളിഗ്രാഫ് ടെസ്റ്റ് അല്ല, പിന്നെ വേറെ എന്ത് പരിശോധനയായാലും ഞങ്ങളൊരുക്കാണ്. പക്ഷേ അതെല്ലാം ഞങ്ങളുടെ സത്യസന്ധതയെ, ഞങ്ങളുടെ ഹൃദയം തുറന്ന ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അന്ന് പലർക്കും സാധിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ചുള്ള ഒരു വസ്തുത. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സുബീഷിന്റെ ഈ മൊഴി പുറത്തു വന്നതിന് ശേഷം RSS പറഞ്ഞത് ഭരണ സംവിധാനത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിച്ച് ഇങ്ങനെ ഒരു മൊഴി ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ള ആരോപണം RSSഉം BJPയും ഉന്നയിച്ചല്ലോ. അത് സ്വാഭാവികമായിട്ടും അവർക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും കാലം പ്രചരിപ്പിച്ച ഒരു ഊതിവീർപ്പിച്ച ബലൂണ് പൊട്ടുകയാണല്ലോ. പൊട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽപ്പെട്ട ആളുകൾക്ക് എന്തു പറഞ്ഞു നിൽക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇത് സുബീഷ് പീഡിപ്പിച്ചു പറയിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ സുബീഷിൻ്റെ 2 വർഷം മുമ്പുള്ള മൊബൈൽ ഫോൺ ശബ്ദരേഖ കയ്യിലുണ്ട്. അത് കേരള പോലീസിൻ്റെ കയ്യിലുണ്ട്, അന്വേഷണ സംവിധാനത്തിൻ്റെ മുമ്പാകെ എത്തിച്ചിട്ടുണ്ട്. അന്ന് പീഡിപ്പിച്ചിട്ടില്ലല്ലോ. ആ മൊബൈൽ സംഭാഷണത്തിൽ ഇതെല്ലാം ആദ്യം വ്യക്തമാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഫസലിനെ കൊല്ലാൻ പോയത്, ആര് പറഞ്ഞിട്ടാണ് ഫസലിനെ കൊല്ലാൻ പോയത്, കൊന്നിട്ട് എവിടെയാണ് പോയത്, ആരാണ് ആയുധം ഒളിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഫോൺ ശബ്ദരേഖ 2 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. അതിനു മുമ്പും RSSന്റെ പല നേതാക്കന്മാരും ഇത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. RSS ആളുകൾ വിട്ടുവന്നല്ലോ, ഒരുപാട് ആളുകൾ വിട്ടുവന്നപ്പോൾ അന്നുപോലും ഇത് പുറത്തു വന്ന കാര്യം. ഇപ്പോൾ സുബീഷിനെ പീഡിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. സുബീഷ് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സുബീഷ് മജിസ്ട്രേറ്റിനോടല്ല ആണല്ലോ പിന്നെ പറയേണ്ടത്. മജിസ്ട്രേറ്റിനോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. സുബീഷിനെ പീഡിപ്പിച്ചതായിട്ട് ഒരു പരാതിയും എവിടെയും ഉള്ളതായിട്ട് ഞങ്ങളുടെ അറിവിലുള്ള മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ചാലും അത് കണ്ടെത്താൻ സാധിക്കും. സുബീഷ് എവിടെയെങ്കിലും തന്നെ മർദ്ദിച്ചു, തന്നെ പീഡിപ്പിച്ചു എന്ന പരാതി കൊടുത്തിട്ടില്ല. സുബീഷിൻ്റെ CCTV ദൃശ്യങ്ങൾ ഞാൻ ചാനലിൽ തന്നെ കണ്ടു. സുബീഷിനൊരു പീഡനമേറ്റതായിട്ട് ജയിലിൽ നിന്ന് വരുന്നതും ജയിലിൽ നിന്ന് പോകുന്നതും സുബീഷ് സന്തോഷവാനായിട്ടാണ്. അപ്പോൾ അതൊക്കെ ചാനലുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. CBIക്ക് സംസ്ഥാന സർക്കാർ ഈ മൊഴികളും മറ്റു വസ്തുതകളും എല്ലാം കൈമാറിയല്ലോ. അവരേതെങ്കിലും തരത്തിൽ ഈ മൊഴികളെ പരിഗണിച്ചു എന്നുള്ള, അല്ലെങ്കിൽ പരിഗണിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള എന്തെങ്കിലും വിവരം താങ്കൾക്കുണ്ടോ? സാധാരണഗതിയിൽ സത്യസന്ധമായി ഈ കേസിനെ സമീപിക്കുന്ന ഏതൊരു ഏജൻസിക്കും തീർച്ചയായിട്ടും ശരിയായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഞങ്ങൾക്കിപ്പോഴും അങ്ങനെ സ്വീകരിക്കും എന്ന പ്രതീക്ഷിക്കാനേ വകയുള്ളൂ.
കാരണം സത്യമാണത്. ഇപ്പോൾ CBIയുടെ ഭാഗത്തുനിന്നും സത്യത്തിൻ്റെ കൂടെയാണ് അവർ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്ന ഒരു സത്യമാണെങ്കിൽ, സത്യമേവ ജയതേ എന്ന നീതിയുടെ ആപ്തവാക്യം അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും യഥാർത്ഥ പ്രതികളെ കേസിൽപ്പെടുത്തി നിരപരാധികളെ ഒഴിവാക്കിയെടുക്കുക തന്നെ വേണം. അത് CBI ആയാലും കോടതിയൊക്കെ ആയാലും ചെയ്യുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കൊലപ്പെടുത്തിയത് RSS ആണ് എന്ന തരത്തിലുള്ള മൊഴികളും പുറത്തു വരുന്നു. വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഫസൽ പ്രതിജ്ഞാനം ചെയ്ത ആ പ്രസ്ഥാനം, ആ സംഘടന ഈ ഒരു മൊഴിയെ മുഖവിലക്കെടുക്കാത്തത്? തീർച്ചയായിട്ടും ജിജേഷിനെ കൊന്നത് LDFകാരാണെന്ന് പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെ അന്ന് കേരള പോലീസ് കുറെ കൂടി ജാഗ്രത പാലിച്ചതുകൊണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയതാണ്. CBI താങ്കൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരുപക്ഷെ ഈ കേസിൽ ഈ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച തെളിവുകൾ മുഖവിലക്കെടുക്കണമെന്നുണ്ടോ? എന്തുകൊണ്ട് CPIM പ്രവർത്തകന്മാർക്ക് നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാവുമ്പോൾ അത് വിഷയമാകുന്നില്ല? NDF പ്രവർത്തകനായിരുന്നല്ലോ ഫസൽ. ആദ്യകാലത്ത് CPM-നോട് അനുഭാവം കാണിച്ച പ്രവർത്തകനായിരുന്ന ഒരാൾ പിന്നീട് അകന്നുപോയി NDF-ന്റെ ഭാഗമാകുന്നു. കൊലപ്പെടുത്തിയത് RSS ആണ് എന്ന തരത്തിലുള്ള മൊഴികളും പുറത്തു വരുന്നു. വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഫസൽ പ്രതിജ്ഞാനം ചെയ്ത ആ പ്രസ്ഥാനം, ആ സംഘടന ഈ ഒരു മൊഴിയെ മുഖവിലക്കെടുക്കാത്തത്? അഥവാ മുഖവിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കാം അവരുടെ നിലപാട്? അവരുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവർക്കെല്ലാം ഇത് അറിയാം. കാരണം നേരത്തെ പറഞ്ഞതിൽ നിന്ന് മാറാനുള്ള ഒരു പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല സമ്മർദ്ദങ്ങളും കൊണ്ടോ അവരെ പറയാൻ പ്രേരിപ്പിക്കാതിരിക്കുന്നതായിരിക്കാം. ഇനിയിപ്പോ സമ്മർദ്ദങ്ങളായിരിക്കാം അവർക്ക്. ഏത് തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ആവാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പുന്നാട് ചാവശ്ശേരി സംഭവങ്ങളെ തുടർന്നുണ്ടായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒരുപാട് പുറത്തു വന്നിട്ടുണ്ടല്ലോ. അവിടെയുള്ള അശ്വിനി കുമാറിൻ്റെ കൊലപാതകം, മുഹമ്മദിൻ്റെ കൊലപാതകം, ആ കൊലപാതകത്തെ തുടർന്നുണ്ടായിട്ടുള്ള കലാപങ്ങൾ, കൊള്ള, ഈ കേസുകൾ പലതും ഒത്തുതീർപ്പാക്കിയതിൻ്റെയും പണം കൈമാറ്റത്തിൻ്റെയും ഒക്കെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതൊന്നും ആരും നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ആരെയും സമ്മർദ്ദത്തിലാക്കാൻ എന്തു മാർഗങ്ങളും ആർക്കും സ്വീകരിക്കാം. ഇപ്പോൾ ഫസലിൻ്റെ സംഘടന, അന്നത്തെ NDF-ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് വസ്തുതകൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അവരെ വ്യക്തിപരമായിട്ട് അവരിൽ പലരുമായിട്ട് സംസാരിക്കുമ്പോഴും ആ വസ്തുതകൾ ബോധ്യപ്പെട്ട നിലയിലാണെങ്കിലും പരസ്യമായിട്ട് അത് പറയാൻ അവർ തയ്യാറാവുന്നില്ല. ഇതിൽ വേറൊരു കാര്യം, ഇതിൻ്റെ ഒരു കുറച്ചുകൂടി പിന്നോട്ടേക്ക് ചെല്ലുമ്പോൾ ഫസൽ കൊല്ലപ്പെടുന്നതിൻ്റെ 4 ദിവസം മുമ്പാണ് NDF പ്രവർത്തകന്മാർ ജാമ്യത്തിലിറങ്ങി ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. ആ കേസ് എന്താണെന്ന് പറഞ്ഞാൽ, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ കൺവീനറായിട്ടുള്ള ഒരു നേതാവിനെ NDF-കാർ മർദ്ദിച്ചിരുന്നു.